ഹലോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രീതിക്കുള്ള ഈ ഒരു പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആയിട്ട് നിങ്ങൾ പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു മാവേലിൻ്റെ ഇമേജും കൂടി നിങ്ങൾ ഈ ഒരു ഫോട്ടോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം ഈ ഒരു ഫോട്ടോയ്ക്ക് അനുസരിച്ചിട്ട് മാവേലിൻ്റെ ഫോട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മാവേലിൻ്റെയും ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെയും ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്നിട്ട് ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു മാവേലിൻ്റെ ഫോട്ടോ ഞാൻ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ഇമേജും കൂടി ഞാൻ ഈ ഒരു പോസ്റ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ഇതാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം എഫക്റ്റ് ചെന്നിട്ട് കളേഴ്സ് എന്നുള്ള ഈ ഒരു എഫക്റ്റ് ചെന്നിട്ട് ഈ ഒരു ഫിൽറ്റർ വന്നിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. നെഗറ്റീവ് എന്നുള്ള ഈ ഒരു ഫിൽറ്റർ വന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ബ്ലാക്ക് കളറിൽ ഉണ്ടാകുന്ന വൈറ്റ് കളറിലേക്ക് മാറും. അതിൻ്റെ ശേഷം ഇതിൻ്റെ ലെങ്ത് ഒന്ന് ചെറുതായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ഈ ഒരു ഇമേജിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് വീണ്ടും ഈ ഒരു ഇമേജിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്യാണ്. അതിനുശേഷം ഈ രണ്ട് ഇമേജ് ഞാൻ ലോക്ക് ചെയ്ത് വയ്ക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ഇമേജും കൂടി ഞാൻ ഈ ഒരു പോസ്റ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം അതിന് സൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് വലുതാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് മാവേലിൻ്റെ പുറകുവശത്ത് വരുന്ന രീതിക്ക് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ഫോട്ടോ വീണ്ടും സെലക്ട് ചെയ്തതിൻ്റെ ശേഷം എഫക്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ചെന്നിട്ട് ബ്ലർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ചെന്നിട്ട് ഇതിലേക്ക് ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ഇറൈസർ ടൂൾ എടുത്തിട്ട് ഈ ഫോട്ടോൻ്റെ താഴ്ഭാഗം ചെറിയ രീതിക്ക് ഞാനൊന്ന് ഇറൈസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിക്ക്. അതിനുശേഷം ഇതിലേക്ക് ഓണം മൂഡ് എന്നുള്ള ഈ ഒരു ടൈപ്പോഗ്രഫിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ സൈസ് ഒന്ന് വലുതാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ഫോട്ടോ മാവേലിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന രീതിക്ക് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിക്ക്. അതിനുശേഷം ഈ ഒരു ഫോട്ടോയ്ക്ക് ചെറിയ രീതിക്കുള്ള ഷേഡോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ അവസാനമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ കോളേജിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലബിലോ എന്നാണോ നിങ്ങൾ ഓണപ്പരിപാടി നടത്തുന്നത് ആ ഒരു ഡേറ്റ് വന്നിട്ട് നിങ്ങളിവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കോളേജിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലബിൻ്റെയോ പേര് വന്നിട്ട് നിങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രീതിക്ക്